ഹായ് ഓൾ. ഞാൻ എൻ്റെ പേര് ചിന്തു. ഞാൻ വീക്കെൻഡ് നഴ്സസ് അക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്യുന്നത് സൂരജ് സാറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതിന് ശേഷമാണ്. അങ്ങനെ ഞാൻ സാറിനെ കോൺടാക്റ്റ് ചെയ്യുകയും സാറിൻ്റെ അടുത്ത് ഇത് ജോയിൻ ചെയ്യുന്ന കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം അന്നത്തെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ കാരണം ഞാൻ സാറിൻ്റെ അടുത്ത് ആദ്യം എൻ്റെ ഫീസില്ല, അപ്പം അതിൻ്റെ കാര്യം ഇങ്ങനെ സംസാരിച്ചപ്പോൾ സാർ എന്നോട് പറഞ്ഞത് ആദ്യം ജോയിൻ ചെയ്യൂ, ഫീസിൻ്റെ കാര്യം പിന്നല്ലേ, ആദ്യം ജോയിൻ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യൂ എന്നാണ് സാർ പറഞ്ഞത്. അപ്പം വേറെ ഉള്ള അക്കാഡമികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഫീസ് ഓറിയൻറ്റഡ് ആയിട്ടല്ല സാറ് ക്ലാസ് എടുക്കുന്നത്. വേറുള്ള അക്കാഡമികളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസ് ആദ്യം അടയ്ക്കൂ, പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്യൂ എന്നാണ് പറയുന്നത്. അപ്പം സാർ ഒരിക്കലും അങ്ങനെ ഒരു പിന്നെ ഫീസ് ഓറിയൻറ്റഡ് ആയിട്ടല്ല സാർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്യൂ, ആദ്യം ജോയിൻ ചെയ്ത് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു തന്നെയാണ് സാർ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വലിയൊരു ഗ്യാപ്പ്, അതായത് എൻ്റെ കല്യാണം, 2 കുട്ടികൾ, അപ്പോൾ ഈ വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീണ്ടും നഴ്സിംഗ് ഫീൽഡിലേക്ക് വരുന്നത്. അപ്പം എനിക്ക് നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ സാറിൻ്റെ ക്ലാസ്സുകളാണ് എന്നെ വീണ്ടും ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചത്. അതുപോലെ തന്നെ സാറിൻ്റെ നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുന്ന നോട്ട്സ് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു നോട്ട്സ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വേറൊരു റെഫറൻസിന് പോവോ അങ്ങനെയുള്ള ഒരു കാര്യത്തിൻ്റെ ഒരാവശ്യത ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് സാർ നോട്ട്സ് എഴുതുന്നത്. അതുപോലെ തന്നെ സാറിൻ്റെ ക്ലാസ്സുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടികളുണ്ടാവും, അതുപോലെ തന്നെ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികളുണ്ടാവും, CBSE പഠിച്ച കുട്ടികളുണ്ടാവും, ICSE പഠിച്ച കുട്ടികളുണ്ടാവും. പക്ഷേ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് സാർ ക്ലാസ്സുകൾ എടുക്കുന്നത്. മാക്സിമം സാർ മലയാളത്തിൽ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്തിട്ടാണ് സാർ ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഓരോ പോയിന്റുകൾ വരുമ്പോഴും സാർ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും, ഇത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് സാർ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ DMEയുടെ എക്സാം ആയിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ആയപ്പോലും സാർ എടുത്ത ഒരു എഫേർട്ട്, രാത്രി 1 മണിക്ക് ഒരു അക്കാഡമിയിലും രാത്രി 1 മണിക്കൊക്കെ ക്ലാസ് വെച്ച് ഒരു ചരിത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറ് രാത്രി 1 മണിക്കായാലും അതുപോലെ തന്നെ സാറ് വെളുപ്പിനെ ആയാലും ലേറ്റ് നൈറ്റ് ആയാലും ഒക്കെ സാർ ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ കുട്ടികളും പാസ്സാവാൻ വേണ്ടിയിട്ട് സാറ് എടുക്കുന്ന ആ ഒരു എഫേർട്ട്, അതുപോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് നമുക്ക് ഇട്ട് തരിക, മാക്സിമം നോട്ട്സ് ഇട്ട് തരിക, വോയിസ് നോട്ടുകൾ ഇട്ട് തരിക, റെക്കോർഡ് വീഡിയോസ് ഇട്ട് തരിക. അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികൾക്കായ പോലും റെക്കോർഡഡ് ക്ലാസ്സുകൾ ഇട്ട് തരിക. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് എഫേർട്ടുകൾ സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് DHSൻ്റെ എക്സാമിൻ്റെയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. അതെനിക്ക് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.